വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാനിന്ന് വ്ളോഗ് ചെയ്യുന്ന ഇവിടെ ഈദ് ഹോളിഡേയ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈദ് ഡേ ആണ്. അപ്പോൾ നമ്മളിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ട്. നമ്മളൊരു സ്റ്റേക്കേഷന് പോകുന്ന 2 ആഴ്ച മുന്നേ തോന്നുന്നു നമ്മൾ ബുക്ക് ചെയ്തത് അല്ലേ റൂം. റാസൽ കൈമയിലേക്കാണ് പോകുന്നത്. മേഘു ഒരു ഹായ് പറയോ? അങ്ങനെ നമ്മളിതാ ഒരു പെട്രോൾ സ്റ്റേഷനാണുള്ളത്. 1 അവർ എടുക്കില്ലേ ഇവിടുന്ന്? 1 അവർ എടുക്കും. അപ്പം ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എന്താ മേഘുന് വിശക്കുന്നുണ്ടോ? ആ മേഘു ഡോണറ്റ് കഴിച്ച്. ഇപ്പം സമയം എത്രയായി? ഇപ്പോൾ ഒരു 1:45 തോന്നുന്നുണ്ട്. നമ്മൾ 2 മണിക്ക് അവിടെ ചെക്ക് ഇൻ ചെയ്യേണ്ടതാണ്. ഇപ്പം സമയം ഇനി ഒരു 1 hour 2:51 ആ. എനിക്ക് ചെറിയൊരു വിശപ്പുണ്ട്. നമ്മൾ കട്ട്ലേറ്റ് വാങ്ങിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷമായിരിക്കില്ല നമ്മൾ ഫുഡ് കഴിക്കുക. ഇതാദ്യമായിട്ടാണ് നമ്മൾ റാസൽ കൈമയിൽ സ്റ്റേ ചെയ്യുന്നത്. എപ്പോഴും ഫുജീറ അങ്ങോട്ടാണ് പോവാറ്. ഇന്ന് ഈ പ്രാവശ്യം നമ്മൾ റാസൽ കൈമയിലേക്കാണ് പോകുന്നത്. മേഹു, ആർ യു എക്സൈറ്റഡ്? ആ, പൂളുണ്ടല്ലേ. ആ, അതുകൊണ്ടാണ് മേഹു എക്സൈറ്റഡ് ആയ. റൂമിൽ നിന്ന് ഇറങ്ങുന്ന പോലെയല്ല ഇപ്പം ഫേസുള്ള. ആകെ വെയിൽ കൊണ്ട് ഫുള്ള് ടാനായി. ഒരു സെക്കൻഡ് മതി, എൻ്റെ മേക്കപ്പും എല്ലാം പോയി. മേഘുന് ബോറടിക്കുന്നുണ്ടോ ബാക്കിൽ ഇരുന്നിട്ട്? എന്ത് ചെയ്യാനാ, ഇവിടെ ഫ്രണ്ടിൽ ഇരിക്കാൻ പറ്റൂല. ആ, റാസൽ കൈമയിൽ നമ്മൾ കറങ്ങാൻ പോകുമ്പോൾ അമ്മ ബാക്കിൽ ഇരിക്കാം. ഓക്കെ, 1 hour എടുത്തിട്ട് നമ്മൾ എത്തുമായിരിക്കും. വിശക്കുന്നുണ്ടോ? മേഘു എന്താ കഴിച്ചേ? ഡോണറ്റ് കഴിച്ചില്ലേ? ആ, സ്വീറ്റ്സ് കഴിക്കരുതെന്ന്, ചോക്ലേറ്റ്സ് കഴിക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? പിന്നെ എന്തിനാ വാങ്ങിച്ചതെന്നു? അപ്പം നമ്മളിപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടാണ് പോകുന്നത്. 1 hour കാണിക്കുന്നത്. ട്രാഫിക് ഒന്നും ഇല്ലെങ്കിൽ 1 hour കൊണ്ട് എത്തും. ഇല്ലെങ്കിൽ ഇന്നലെ രാത്രിയൊക്കെ ഭയങ്കര ട്രാഫിക് ആയിരുന്നു അല്ലേ? Mehu, sit there. Mehu, ഇങ്ങോട്ട് വാ.
ട്രെയിനിട്ടാ എത്ര മണിക്ക് തോന്നുന്നു ഇവരെ കാണിക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ എത്തി ഗായ്സ്. ഇതെവിടെയാ? നമ്മളെ റൂം നമ്പർ എത്രയാ? 409. ഓക്കെ. ഇതാണ് നമ്മളെ റൂം. ഇവിടെ ഒരു പാസേജ് കാണുന്നുണ്ട്. മെഹു, ഹൗസ് ഇറ്റ്? നല്ല സ്പേഷ്യസ് അല്ലേ? ഇവിടെ ഒരു ഫുൾ മിറർ കാണുന്നുണ്ട്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഇന്നത്തെ. ഓക്കെ. വാഷ്റൂം. പിന്നെ ഇതാ നമ്മളെ റൂം. നമ്മൾ എന്താണോ നമ്മൾ ഫോണിൽ എക്സാക്ട്ലി കണ്ട എക്സാക്റ്റ് അതുപോലെ തന്നെ ഉണ്ട്. ഇവിടെ ഒരു ടിവി ഉണ്ട്. ഇതാണ് നമ്മുടെ അടുത്ത റൂം, കിങ് റൂം. പിന്നെ ഒരു വാർഡ്രോബ് വന്നിട്ടുണ്ട് ഇവിടെ. നോക്കണേ, നല്ല സ്പേഷ്യസ് ആട്ടോ, നീറ്റാണ്. പിന്നെ അത് മാത്രമല്ല ഒരു ലോക്കർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഇപ്പം നമ്മൾ പൂളിലൊക്കെ പോകുന്നതാണെങ്കിൽ നമ്മൾ ഗോൾഡ് ഓർണമെന്റ്സും എന്തെങ്കിലും എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അതിലേക്ക് വെച്ചിട്ട് വേണമെങ്കിൽ പോവാം. സെക്യൂർ ആയിരിക്കും. ഈ കേട്ടൻ ഞാൻ നോക്കട്ടെ. പുറത്തുണ്ട്. നല്ല വ്യൂ കേട്ടോ. പുറത്ത് ബീച്ച് ഉണ്ട്. അത് ബീച്ചല്ലേ? അവിടെ ക്യാരി ഫോർ ഉണ്ട്. പക്ഷെ കിച്ചൺ അല്ല. റൂമില്ല. നമ്മള് ലാസ്റ്റ് ടൈം അടുത്ത റൂമിനെ വെച്ച് നോക്കുമ്പോ അയ്യോ ഒന്നും പറയാനില്ല അല്ലേ? അടിപൊളിയാ, നല്ല നീറ്റാണ്. നമുക്ക് വാഷ്റൂം കൂടെ നോക്കാം. നല്ല വാഷ്റൂം ചെയ്യാട്ടോ. നല്ല ഉണ്ട്. ഇവിടെ ഒരു ക്യൂബിക്കിളുണ്ട്, പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട് നമ്മളെ റൂമിലുള്ള പോലെ തന്നെ. എനിക്ക് മെയിനായിട്ട് ഈ കളർ തീം ഇഷ്ടമായത്. ഇത് എന്ത് ഗ്രീനാ? ഒലീവ് ഗ്രീൻ അല്ലേ? ഒലീവ് ഗ്രീൻ. ഇവിടെ ഒന്ന് കിടന്ന് ഉറങ്ങി. ലൈറ്റ് ഇത് തുറക്കും വേണം. ചെറിയ ലൈറ്റ് വേണം അല്ലേ? ഞാന് ഈ ഡ്രസ്സെല്ലാം വാർഡ്രോബിലേക്ക് മാറ്റുന്ന, കാരണം അല്ലെങ്കിൽ ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ കാണൂല. അപ്പൊ എല്ലാം കൂടെ മിക്സ് ചെയ്യും. എപ്പോ പോകുമ്പോ അത് നടക്കുന്ന കാര്യമാണ്. മേഹുവിന്റെ ഡ്രസ്സ് നമ്മൾ മാറ്റി കൊടുത്തിട്ടോ. അത് നല്ല ചൂട്. മേഹുവിന് ഭയങ്കര ക്യൂരിയോസിറ്റി പൂളൊന്ന് കാണണമെന്ന്. അപ്പൊ നമ്മള് പൂളിലേക്ക് പോകുന്നത്. പക്ഷെ പൂളിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇവിടെ കുറച്ച് ഫ്ലമിംഗോസ് ഒക്കെ കാണുന്നുണ്ട്. അയ്യോ കാലുവേദന, ഇതൊരു കാലുവേദന. വീഡിയോ എടുക്കാൻ പറ്റും തോന്നില്ല, പക്ഷെ കുറേ ആൾക്കാരുണ്ട് തോന്നും. നമ്മളിത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. തലശ്ശേരി റെസ്റ്റോറൻറ്റ് നമുക്ക് ഗൂഗിൾ ചെയ്ത സമയത്ത് കിട്ടിയത്. ഒറ്റക്കായല്ല, സാധാരണ മേഹു നിങ്ങളെ കൂടെ ഇരിക്കുന്നത്. ചോറ പറയുന്നത് വാരി തന്നാൽ മതിയാ? വേണ്ട. അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിട്ടോ. റൂമിലെത്തി. അപ്പോൾ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്ത് അതിന് ശേഷം ഒരു കോഫി ഉണ്ടാക്കുക. കോഫി ഉണ്ടാക്കി കുടിച്ചിട്ട് താഴെ പൂളിൽ പോകാമെന്ന് വിചാരിക്കുന്നത്. മേഹു എന്തോ താഴെ എടുക്ക്, ഒന്ന് എടുത്തേരോ? ഓക്കെ. അല്ല മേഹു ബോട്ടിൽ വെള്ളം തരുമോ? ചെറുമൻ എടുത്തിട്ടുണ്ടാക്കാം. എനിക്ക് അത്ര ഒന്നും വേണ്ട. ഞാൻ ഒരു ബിരിയാണി കഴിച്ചാലൊരു ഉറക്കം വരൂലേ, ആ ഉറക്കം മാറ്റാൻ ഉണ്ടാക്കുന്ന കോഫിയാണ്. ഞാൻ കോഫി നിർത്തിയിട്ട് ഇപ്പം
ഒരു 4-5 മാസമായിട്ടുണ്ടല്ലോ. ഡോക്ടർ എന്നോട് സ്ട്രിക്ട്ലി സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടാണ്. എന്തായാലും ഇത് ഓൺ ചെയ്യണ്ടേ? അപ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ കോഫി പൗഡറിൽ ഇട്ട് വെക്കാം. കോഫിയാണോ വേണ്ടേ അല്ലെങ്കിൽ ചായ വേണോ? ഇപ്പൊ ചായ ആയോ? എന്നെ കാണുന്നുണ്ടോ വീഡിയോയില്? നിങ്ങളെൻ്റെ ഒഫീഷ്യൽ വീഡിയോഗ്രാഫറാവും മിക്കവാറും. കോഫി മെയ്റ്റിൻ്റെ ടേസ്റ്റ് എനിക്ക് അത്ര ഇഷ്ടമല്ല. ഇതൊന്ന് അറിയല്ലോ, ടേസ്റ്റിനിടോ? ഞാൻ ഇടുന്നുണ്ട് കോഫി. ബ്രൗൺ ഷുഗർ ഇട്ടുണ്ടായിരുന്നു. അധികം തോന്നുന്നില്ല ഷുഗർ. ഒരാളിവിടെ പൂളിൽ പോവാന് ഡ്രസ്സൊക്കെ മാറുന്നുണ്ട്. ഞാൻ കാണിച്ചു കൊടുക്കട്ടെ? മേഘൂരെ കാണിച്ചു കൊടുക്കട്ടെ? വേണ്ട ഇല്ല, അങ്ങനെ കാണിക്കാൻ പാടില്ല. ആ, അത് കാണാൻ പാടില്ല. യൂട്യൂബിൽ അങ്ങനെ പോളിസി ഉണ്ട്. മേഘുന് കോഫി ആണോ? ഉറക്കം മാറുന്നുണ്ട് കേട്ടോ. വീ ശരിക്കും ആ ഡ്രൗസിനെസ് മാറുന്നുണ്ട്. ബിരിയാണീൻ്റെ എഫക്റ്റ് മൊത്തം പോയി. നന്നായി. കുറേ കാലത്തിന് ശേഷം കോഫി കുടിക്കുന്ന. എനിക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡോക്ടർ പറഞ്ഞതാ കോഫി കുടിക്കരുത്. കോഫി ഭയങ്കര, എൻ്റെ ബോഡി ഇൻടോളറൻ്റാണ്. അപ്പം ഞാൻ കോഫി നിർത്തിയതാണ്. പോന്ന നമ്മൾ അപ്പം ഞാൻ ഡ്രസ്സെല്ലാം മാറട്ടെ. ഉറക്കൊക്കെ മാറി. അപ്പോൾ ഇതാ നമ്മൾ ജിമ്മല്ല കേട്ടോ, നമ്മൾ ഇതാ പൂളിലേക്ക് പോകുന്ന. മേഹുവിൻ്റെ ഈ ടീഷർട്ട് നമ്മൾ മാറ്റി. ഇവരൊക്കെ ടീഷർട്ട് അയക്കും, നമുക്ക് പിന്നെ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ പോയിട്ട് ചിലപ്പോൾ ടീഷർട്ട് ഇട്ടിട്ടാണ് വരാം, ഇറങ്ങുക. അങ്ങനെ പൂളിൽ പോയിട്ട് വരുന്നു. അവിടുന്ന് ചിലപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. Smile. Where are you now? McDonald's. What do you want from there? Ice cream cone. Corn only you want? Why? Because I like the ice cream cone. Appa cone matra. ഞങ്ങളങ്ങനെ ഹോം സെൻറ്ററിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഹോം സെൻറ്ററിലെത്തി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു. അതാ ഞങ്ങൾ അവിടെ ഒന്ന് കാണാമെന്നൊക്കെ വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയേ. അപ്പോൾ ഇതാ നമ്മൾ ഓരോ സെക്ഷനിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എന്താ ഡെക്കോർ ഐറ്റംസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണോ ഫസ്റ്റ് കയറുമ്പോൾ തന്നെ കണ്ടത്. ഇത് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഹോം സെൻറ്റർ ആട്ടോ ഇത്. അത്രയും വലിയ ഷോറൂമായിരുന്നു ഇത്. അങ്ങനെ അവിടെയൊക്കെ കണ്ട് നമ്മൾ ഓരോ സെക്ഷനായിട്ടിലേക്ക് പോകുന്നതാണ്.
റേറ്റ് കുറവാണ്. നമ്മളടുത്തുള്ളതിൻ്റെ അത്ര റേറ്റ് ഇതിലില്ല. The price of 59. നല്ല പൈസ വേസ്റ്റ് ആക്കും. മേഹുനാണെങ്കിൽ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല എൻ്റെ കൂടെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങി. അപ്പം ഇങ്ങനെ പറയുന്ന കേട്ടില്ലേ, പപ്പ അമ്മ വെറുതെ പൈസ വേസ്റ്റ് ആക്കും, നമുക്ക് പോവാന്ന്. ഞാനും എന്നെ കൺട്രോൾ ചെയ്ത് വെച്ച് ഒന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഓരോ സാധനങ്ങൾ കാണുമ്പോഴും ഒരു വാങ്ങിയാലോ എന്ന് തോന്നി, പക്ഷെ ഒന്നും വാങ്ങിയില്ല. പിന്നെ അതാ ഒരു മിറർ കണ്ട്, പിന്നെ മിറർ കണ്ടാൽ നമ്മളിങ്ങ് നോക്കുമല്ലോ അങ്ങനെ. പിന്നെ നമ്മൾ ബെഡ്റൂം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ അങ്ങോട്ടേക്ക് അത് കാണാൻ വേണ്ടിയിട്ട് പോയതാട്ടോ. കിഡ്സിൻ്റെ ബെഡ് സെറ്റ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ ഒക്കെ അങ്ങോട്ടൊക്കെ പോയി. എല്ലാം ഒരു വൈറ്റ് ഗോൾഡൻ ആ ഒരു തീമിലാണ് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Wah. 19,000. അല്ല 1,999. എനിക്ക് മറ്റൊരു എന്താ ഇതാവും. അങ്ങനെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു മാക്സ് ഉണ്ടായിരുന്നേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് കയറി. മേഹു കയറുന്നേ ഉണ്ടായിരുന്നില്ല. മേഹുവിന് അങ്ങോട്ട് വരണ്ട, പോയാൽ മതി, റൂമിൽ പോവാം അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകാമെന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവനെ ഫോഴ്സ്ഫുള്ളി ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു.
ഞങ്ങൾ ഡ്രസ്സൊക്കെ നോക്കി. കയറുമ്പോൾ തന്നെ നല്ല ക്ലോസിങ് ടൈം ആയിട്ടുണ്ടായിരുന്നു, ഏകദേശം നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഫോണിൻ്റെ അടുത്ത് വന്നിട്ട് മെയ്ഹു എന്തൊക്കെയോ ഡിസ്ട്രാക്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്, പോവാന്നുള്ള രീതിയിൽ. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി, പക്ഷേ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം അത് ഫിറ്റ് ചെയ്ത് നോക്കാനുള്ള സമയം പോലും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ ക്ലോസ് ചെയ്യാൻ ആയല്ലോ, അതുകൊണ്ട് പിന്നെ എല്ലാം ഒന്ന് ചുറ്റി കണ്ടു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞു അവരെ സെക്ഷനിലൊന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടെയൊക്കെ നോക്കി ഞങ്ങൾ വേഗം തന്നെ ഇറങ്ങി കേട്ടോ. പിന്നെ